പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് സ്വാഗതം പറയാൻ വേണ്ടിട്ട് ഇതാ ഒരാളും കൂടി ഉണ്ട്. ഇന്ന് അങ്കൻവാടിയിൽ മടിയായിട്ട് പോയിട്ട് 3 ആളുണ്ട്. അപ്പൊ മേധുവാവ് ഇന്ന് അങ്കൻവാടി പോയിട്ടില്ല കേട്ടാ. എന്തേ കാരണം എന്നുള്ളത് ഓ പേരാണ്, ഒന്ന് ഞാൻ, ഒന്ന് പ്രിയ, ഒന്ന് അമ്മൂമ്മ. അപ്പൊ ഇന്ന് എന്തേ അങ്കൻവാടി പോവാനിന്നുള്ളത് നമുക്ക് മേധുവിനോട് തന്നെ ചോദിക്കാം കേട്ടാ. എന്തേ അങ്കൻവാടി പോവാനിനി പറഞ്ഞേ? മടിയായോണ്ടല്ലേ? എന്തേ? അപ്പൊ അമ്മക്ക് ഇന്ന് മീറ്റിംഗ് ആണ്. അപ്പൊ അമ്മ രാവിലെ മീറ്റിങ്ങിന് പോയി. തളിപ്പറമ്പിലാണ് മീറ്റിംഗ്, അവരെ അങ്കൻവാടിന്റെ ഹെൽപ്പറിന്റെ. അപ്പൊ അമ്മ മീറ്റിങ്ങിന് പോയ ദിവസം മേധുവിന് അങ്കൻവാടി പോവാൻ വേണ്ടിട്ട് മടിയാണ്. അപ്പൊ അതാ പറയുന്നത്, അമ്മ മീറ്റിങ്ങിന് പോയോണ്ടാണ് ഞാൻ പോവാഞ്ഞിട്ട്. ഇനിയിപ്പോ ഇവള് LKG പോകുമ്പോ, സ്കൂളിലേക്ക് പോകുമ്പോ അമ്മമ്മേനെ ഇവളെ കൂടെ വിടാം. എന്റെ അമ്മമ്മ ലീവില്ല ദിവസം മേധു ലീവാക്കി കോട്ട് അല്ല മേധു. അപ്പൊ LKG-യുടെ അവിടെ കഞ്ഞി വെക്കാനും അമ്മമ്മേനെ വിടാം. അമ്മു ഇതാ ഒരു ഭാവിയുണ്ട് കയ്യിൽ നോക്കി, അതിന് ഡ്രസ്സൊന്നും ഇല്ല, എല്ലാം അയച്ച് കളഞ്ഞിന് മേധു. എല്ലാ പാവക്കുട്ടീന്റെ ഡ്രസ്സ് അഴിച്ചു കളയും. ഒരു പാവക്കീടെ ഡ്രസ്സ് വെക്കൂല മേധു, എല്ലാം അയച്ച. ഇവളെ അയച്ച് കളയുന്നതിന് കണക്കായിട്ട് ഓഫി പോയിട്ട് ഓരോന്ന് എടുത്തിട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് കാര്യം. പിന്നെ മണിക്കൂട്ടിനും ഓവിയും സ്കൂളിൽ പോയിട്ടാ. ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുവാന്നല്ല. ഇപ്പൊ 2 ദിവസമായിട്ട് പിന്നെ ഇവരെ ബേക്കിലേ തന്നെയായിരുന്നു പിന്നെ പഠിപ്പിക്കാൻ വേണ്ടിട്ട്. ഇതാ അയാള് പോലെ എണീച്ചിട്ട്. ഇനിയിപ്പൊ നാളെയും മറ്റന്നാളും എല്ലാം അടുപ്പിച്ച് എക്സാം ഉണ്ട് രണ്ടാക്കും. പിന്നെ വിബി പിന്നെ വീടിന്റെ ഇന്ന് ലിൻഡൽ വാർക്കല, ഇന്ന് ലിൻഡൽ വാർക്കലായോണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ശ്രീനാട്ടൻ ഇപ്പാ പോയിന്. ശ്രീനാട്ടൻ അന്ന് പല്ലെടുത്തതിന്റെ സ്റ്റിച്ച് ചെയ്യിക്കാനുണ്ടായിനി, അതുകൊണ്ട് പോയിട്ടുണ്ട്. 12 മണി വരെ OP ഇല്ലു. ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് 11:30 ആയിനി. അപ്പൊ എങ്ങനെയാണ് ആടെ എത്തിയിട്ട് ഇനിയിപ്പൊ ഇന്ന് കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും. ഡോക്ടറെല്ലാം പോയിട്ടുണ്ടോ? അതെ, ഡോക്ടറെല്ലാം പോയിട്ട് രാവിലെ റെഡി ആവാനെല്ലാം നിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതിന്റെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോന്നിന്റെ ബാക്കിലേ അങ്ങ് പോകും. ചിലപ്പോ വണ്ടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആ സമയത്തായിരിക്കും ഓരോ പണിയെടുക്കുക. തിരക്കുള്ള സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. അങ്ങനെ എത്താൻ വേണ്ടിയിട്ട് വൈകിട്ടുണ്ട്. അപ്പൊ നമ്മളങ്ങനെ പറയാ, ശ്രീനാടിനെ കൂട്ടിട്ട് എവിടെയെങ്കിലും പോണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പോണല്ലേ, മുന്നേ പറയണം. 1 മണിക്കൂറെങ്കിലും നേരത്തെ പറയണം, എന്നാലേ കറക്റ്റ് സമയത്ത്. 10 മണിക്ക് പോകേണ്ടതാണെങ്കിൽ 7 മണിക്ക്, 10 മണിക്ക് പോകേണ്ടതാണെങ്കിൽ 7 മണിക്ക് പോകണം. വേറെ ഒന്നിനുമല്ല, ആ ടൈമിലാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും, അതാണ്. അപ്പൊ ഇവിടെ താഴെ മരം മുറിക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ ഒരു സൗണ്ട് കേൾക്കാം. പറഞ്ഞു നമ്മളെ അമ്മുവും ഇപ്പം വീടിന്ന് പോവാനായിട്ടാ. ഇതിപ്പോ 8ാം മാസാണ്. കുറച്ച് നാളും കൂടി എന്നെ സൈക്കിളെന്നെല്ലാം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അമ്മു വന്നതിന്റെ പിന്നെയാണ് ഞാനൊന്നും ഉഷാറായത്. പിന്നെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചു. കാരണം നമുക്ക് വീട്ടില് വർത്താനം പറയാനായിട്ട് ഒരാളായല്ല. മറ്റു ഞാനും ശ്രീനാടിനും ആയിരിക്കല്ലേ. ശ്രീനാടിനും എവിടെയും പോയ പിള്ളേരും സ്കൂളിലെല്ലാം പോകും. അപ്പൊ അമ്മു വന്നതിന്റെ പിന്നെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. കറക്റ്റ് സമയത്ത് ഫുഡും കഴിക്കും എല്ലാം ആയിട്ട്. പിന്നെ ഞാനും അമ്മു ഉണ്ടായിട്ടോ. നമ്മള് കല്യാണം കഴിച്ച് വന്ന് നരിക്കോടാണ് വീടുണ്ടായിന്. അപ്പൊ അമ്മു പിന്നെ വന്നു, അമ്മു പ്രഗ്നന്റ് ആയി. ആ സമയത്ത് നമുക്ക് ഇവിടെ കടന്നപ്പള്ളിയിൽ വീട് വെക്കുന്നതായി. അപ്പൊ കുറേ നാള് ഞാനും അമ്മു ഒരുമിച്ച് തന്നെ ഉണ്ടായിനല്ല അമ്മു. പിന്നെയാണ് നമ്മള് ഇങ്ങോട്ടേക്ക് വന്നിന്. ഇവിടെ വന്നേരം പിന്നെ ഇടക്ക് പോവും. പിന്നെ വിബി വന്നേരാണ് നമ്മൾ കൂടുതൽ പോലെ അല്ലേ നരിക്കോട്ടേക്ക്. ബിബിക്ക് പിന്നെ ആൾക്കാർ വേണം. ഓനിങ്ങനെ ഒരുമിച്ച് അത്രയല്ലേ ലീവിന് വരുന്നില്ല. അപ്പൊ വിളിച്ചോണ്ടിരിക്കുമ്പം നമ്മള് അങ്ങനെ പോവും. ഇപ്പം പിന്നെ ഇത് അമ്മു ഇവിടെ തന്നെ ആയി. ഇപ്പാന്ന് തോന്നുന്നു നമ്മൾ അടുപ്പിച്ചൊരു 2-3 മാസം ഒരുമിച്ച് തന്നെ നിക്കുന്നത്. മറ്റേ നമ്മള് വീടെടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയെല്ലാമാണ് കാര്യങ്ങള്. മേധുവിന് ഇതന്നെ ഇപ്പം OVHL ഉള്ളോണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് ആളായി. മറ്റേ നമ്മള് ശ്രീനാടിന് പോകുന്നുണ്ടെങ്കിൽ വാശിയാന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അമ്മു ഇവിടെ ഉണ്ടായതിന് പിന്നെ അങ്ങനെ വാശിയില്ല, കൂടെ പോകാൻ വാശിയില്ല. ഓക്ക് വീട്ടിൽ തന്നെ ആളായല്ല. അപ്പൊ അങ്ങനെയാണ് പിന്നെ അമ്മൂരെ കാര്യങ്ങള്. പിന്നെ അമ്മു കാണിക്കല് തളിപ്പറമ്പാണ്, സഹകരണ ഹോസ്പിറ്റല്. അപ്പൊ അടുത്ത് നമുക്ക് ഒരു കുഞ്ഞുവാവേനെ കൂടെ കാണാം. നമ്മളെ എല്ലാ ഉത്തരവാദിത്വം അതെ. ഇനിയിപ്പോ മറ്റേ ശരിക്കും പറഞ്ഞാൽ മറ്റ് അമ്മ പോയി കഴിഞ്ഞാൽ നരിക്കോടേക്കാന്നല്ല വരണ്ട്. ഒരു 3 മാസമല്ലേ അടി ഉണ്ടാവില്ല. ഇപ്രാവശ്യം എന്ന് വെച്ചാല് വീടിൻ്റെതായോണ്ട് ഇനിയിപ്പം വിബി പോയി ലീവിന് വരുന്ന സമയത്തേ കുടിയലുണ്ടാവും. അപ്പൊ അമ്മൂനെ ഇനിയിപ്പൊ കാണണമെങ്കിൽ, നമുക്ക് അടുത്തൊന്ന് കിട്ടണമെങ്കിൽ എങ്ങനെ എനക്കൊന്ന് ഒരു വർഷം പിടിക്കുമായിരിക്കും. മോള് ഇപ്പം വീടുത്തെ സ്കൂളിലാണ്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാല് മോളെ
മുണ്ടേരിയാണ് അമ്മൂരെ വീട്. അപ്പോൾ അങ്ങോട്ടേക്ക് സ്കൂളിലേക്ക് മാറ്റും. പിന്നെ പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവേന്ന് പഴം വെച്ചിട്ട്. അപ്പോൾ ഇന്നലെ അമ്മൂരെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിന്. അതുപോലെ തന്നെ ശ്രീനാഥിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിന്. ഇന്നലെ ശരിക്കും വ്ളോഗ് എടുക്കാന്നെല്ലാം വിചാരിച്ചു തന്നെയല്ലേ അമ്മ, കാരണം എല്ലാവരും ഉണ്ടായിനല്ല. പക്ഷെ ഇന്നലെ എന്താണെന്ന് വെച്ചാൽ ഇവരെ പഠിപ്പിക്കുന്നതിൻ്റെ ബേക്കിലേ ആയിപ്പോയി. സത്യം അവരോടും അധികം സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇന്നലെ ഇവരെ പഠിപ്പിക്കുന്നതിൻ്റെ ബേക്കിലേ ആയതുകൊണ്ട് തന്നെ ആ വ്ളോഗ് പിടിക്കാനൊന്നും പറ്റിയില്ല. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം എല്ലാവരും ഉണ്ടാകുമ്പം നമുക്കൊരു വ്ളോഗ് പിടിക്കാം. അപ്പൊ അമ്മൂരെ അച്ഛനമ്മയും വരുന്ന സമയത്ത് കുറേ മുട്ടായി എല്ലാം ആയിട്ടാ വന്നിട്ട് കേട്ടാ. ഒരുപാട് ജോക്കർ മുട്ടായി, തേനുണ്ട, കടല മുട്ടായി എന്നെല്ലാം പറഞ്ഞിട്ട് വെറൈറ്റി ആയിട്ടില്ലേ മുട്ടായി എല്ലാം കൊണ്ടാ വന്നിട്ടില്ലേ. അത് 4-5 പാക്കറ്റ് വീതം. അതെ, കൊറേ തീർക്കണ്ടെന്നറിയില്ല. തീർക്കാൻ ബുദ്ധിമുട്ടൊന്നും അല്ല കേട്ടാ, നമ്മളെല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഇനിയിപ്പോൾ നമ്മളെ സ്നാക്സ് പഴം വെച്ചിട്ടാണ്. അപ്പോൾ പഴം ഞാൻ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി സാധനങ്ങൾ നമ്മൾ താഴത്തൊരു കടയുണ്ട് കുഞ്ഞിക്കിട്ടാട്ടിൻ്റെ, ആടുന്ന് മേടിക്കാന്ന് വെച്ചിട്ട് എന്നിട്ട് ഇപ്പം വിളിക്കുമ്പോഴത്തേക്ക് കുഞ്ഞിക്കിട്ടാട്ടൻ പറഞ്ഞ് എൻ്റെ അടുത്ത് ആ ഒരു സാധനമില്ല, കടലപ്പരിപ്പ് ആടിയില്ല. അപ്പോൾ കടലപ്പരിപ്പ് ഇനിയിപ്പം ശ്രീനാഥിനോ വിബിയാരോന്നോ ഫസ്റ്റ് വരുന്നത് അവരോട് മേടിക്കാൻ വേണ്ടിയിട്ട് പറയണം. എന്നാലേ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഞാനിവിടെ വന്ന പിന്നെ ഒരുപാട് വെറൈറ്റി കഴിച്ചു. ഒന്നാമത് നമ്മൾ കുക്കിംഗ് വീഡിയോ ഇടുന്നോണ്ട് ആ ഒരു ഉണ്ടാക്കിയ ഒരു സാധനം പിന്നെ ഉണ്ടാക്കൂല കേട്ടാ, ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കും. പക്ഷെ ആ ഉണ്ടാക്കുന്നത് അടിപൊളിയായിരിക്കും. പിന്നെ ആ സാധനം ഉണ്ടാക്കലേ ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ അവർ വരണം ബാക്കി സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരം ആവും തോന്നുന്നു. ശ്രീനാഥിൻ്റെ ഇനിയിപ്പോൾ എപ്പോൾ വരലെന്ന് അറിയില്ല. അപ്പം ഏതായാലും നമുക്ക് അടുക്കളയിലേക്ക് പോവാം. എന്നിട്ട് അതിനിടക്ക് അവർ വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പം മടിച്ചിക്കുമ്പേന എല്ലാവരും കണ്ടോ? മടിച്ചിക്കുമ്പേന ഓ ഓ ഇതാ ഞാൻ വീഡിയോ പിടിക്കുമ്പോ ലിപ്സ്റ്റിക് ഇട്ട് ആരോ ഇവിടെ ലിപ്സ്റ്റിക് എല്ലാം ഇട്ടിട്ട് നമ്മളെ കണ്ടാ മനസ്സിലാവൂല, ആരോ ഇവിടെ ലിപ്സ്റ്റിക് എല്ലാം ഇട്ടിട്ട് വന്നിട്ട് കുഞ്ഞിക്ക് ഇഷ്ടായി. അപ്പൊ അതുകൊണ്ടാ ചോദിക്കുന്നത് ഞാൻ വീഡിയോ പിടിക്കുമ്പോ ലിപ്സ്റ്റിക് ഇട്ടോട്ടേന്ന്. ലിപ്സ്റ്റിക് നമുക്ക് ഇടാം മേതൂട്ടി, ലിപ്സ്റ്റിക് ഇടേ നമുക്ക്. ലിപ്സ്റ്റിക് അല്ല, ഇത് ലിപ് ബാമാണോ? അപ്പൊ മനസ്സിലായി ആരാ ഇട്ടേന്നുള്ളത്. അപ്പൊ മേതു ഇത് അതിന്റെ ഇടക്കുന്ന് ഇതാ കളിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട്. ഓൾ ഒറ്റക്കായാലും കളിക്കൂട്ട, ആരെയും പിന്നെ ആവശ്യമൊന്നുമില്ല. അപ്പൊ കോവിയേച്ചി ഉണ്ടെങ്കിൽ സന്തോഷാന്നല്ലേ മേതു? എന്നാ കളിക്കുന്ന ഇപ്പം? ഓ പണ്ടെപ്പോ മേതുവിനെ തേനീച്ചോ കടിച്ചിനി. അപ്പൊ ആടെ ഇതാ തുളസി എടുത്ത് ഒരക്കേ നോളി. അങ്ങനെ നമ്മളെ സ്നാക്സ് ഇതാ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം വൈകുന്നേരമായിട്ടാ ഇത് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതാ വൈകുന്നേരമായി. അപ്പം എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടില്ല. ചായ ഇതാ ഒരു ഭാഗത്തുനിന്ന് അമ്മ റെഡിയാക്കിക്കൊണ്ടുണ്ട്. ചായ വെച്ചിനത്ര ഇപ്പോൾ. അപ്പോൾ ശ്രീനാഥൻ ഇപ്പല്ല നേരത്തെ പോയിട്ട് വന്നിന്. അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണമെല്ലാം കഴിച്ച് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളിലുണ്ടായിനി. അപ്പോൾ അതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് സമയമായി. ഇപ്പം സന്ധ്യയായി കേട്ടാ ശരിക്കും. രാവിലെ പറഞ്ഞു അമ്മ മീറ്റിങ്ങിന് പോയോണ്ട് മേതു പോയിട്ടില്ലാന്ന്. അമ്മ പോയോണ്ട് ഇന്ന് മേതു പോയിട്ടാ. എല്ലാരും എത്തി. ഇതാ ചായ കുടിക്കാൻ വേണ്ടിട്ട് ആടെ ഇരിക്കുന്നുണ്ട് ബിബിയും പിള്ളേരെല്ലാം കൂടി. അതെ, അതുപോലെ ഇനിയിപ്പം അവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഒരു പല്ല് വെക്കണം. പുതിയ പല്ലെല്ലാം വെക്കും. ഒരാഴ്ച കഴിഞ്ഞാൽ ഇനി പല്ല് അവിടെ വെക്കൂലെന്ന് പറഞ്ഞു. അത് നന്നായിട്ട് ഹീൽ ചെയ്യണം. അപ്പൊ ഹീലായി മാത്രമേ നമുക്ക് അവിടെ പല്ല് വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതെ, അപ്പൊ ഏതായാലും നമുക്ക് ഈ സ്നാക്സ് എടുത്തിട്ട് ഒന്ന് കൊണ്ടു കൊടുക്കാം. പിന്നെ ഉണ്ടല്ല ഇന്ന് സ്നാക്സ് ഇതിപ്പോ നമ്മൾ പഴത്തോണ്ട് ഉണ്ടാക്കിയതാണേ. പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ എന്തെങ്കിലും കൂടി ആക്കി വിചാരിക്കും, അന്നത്തെ ദിവസം ഇഷ്ടം പോലെ സ്നാക്സ് ഉണ്ടാവും. ഇതാ അമ്മ വരുമ്പം ഇതാ കുറച്ച് കടിയെല്ലാം കൊണ്ടുവന്നിനി. അതുപോലെ ഇതാ ഒരുപാട് സാധനം പ്ലേറ്റിൽ ഇടണം അമ്മു. ഇതാ പഴംപൊരി. ഇന്നിപ്പം ചോറിന് പകരിട്ടെന്നാമേ ഇതാ സമൂസ. എങ്ങനെയുണ്ട് സിനേട്ടാ? പക്ഷേ ആവിയിൽ വേവിച്ചതുകൊണ്ട്
ഇടിയപ്പത്തിന്റെ ഇടിയപ്പത്തിന്റെ അപ്പൊ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇവർക്കിപ്പം ഈ കൊണ്ടുവച്ച സാധനങ്ങളോടൊന്നും വലിയ ഇതില്ല, കാരണം എല്ലാരും കഴിച്ചു. കുട്ടികൾക്ക് കൂടുതൽ പിന്നെ എണ്ണപ്പലഹാരത്തിനോടാണ് താല്പര്യം. അതെ അതെ, ഇങ്ങനെ ആവിയിൽ വേവിച്ചതൊന്നും അധികം കഴിക്കില്ല. ഇല്ല ഇല്ല. അപ്പൊ ഏതായാലും സംഭവം അടിപൊളി. അപ്പൊ നമ്മളെ ചായ ഇതാ റെഡിയായി. ഏതായാലും നമ്മളെല്ലാവരും ചായ കുടിക്കട്ട്. ഇതാ തിളച്ച് അമ്മു ഇതാ വീണ്ടും ചായപ്പൊടിയെല്ലാം എടുത്തിടുന്നുണ്ട്. അല്ല, കടുപ്പം കുറവായിട്ടല്ലേ. വീണ്ടും ഇതാ കടുപ്പത്തിലൊരു ചായ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ചായ കുടിക്കട്ട്. ഇന്നത്തെ ഇത് ഒരു ചെറിയ വ്ളോഗാണ്. നമ്മൾ കുക്കിംഗ് എല്ലാം ആയിട്ട് രാവിലെ കുറച്ച് നേരം വർത്താനം പറഞ്ഞല്ലോ അമ്മു. അപ്പോൾ കുഞ്ഞു വ്ളോഗാണ് ഇന്നത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഏതായാലും നല്ലൊരു വ്ളോഗായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവരും കൂടെ ഒരു ബൈ ബൈ പറഞ്ഞാമേ.